hospital management. Effective hospital management is crucial for delivering high-quality patient care, managing resources effectively, and ensuring the overall success of the healthcare organization. ഒരു എഫക്റ്റീവ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് പങ്കുവയ്ക്കുന്ന ഒരു ഘടകമാണ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ സിസ്റ്റം ഇൻവോൾവ് ആയിട്ടുള്ളത് രജിസ്ട്രേഷൻ, കൺസൾട്ടിംഗ്, വാർഡ്, നഴ്സിംഗ്, സ്റ്റോർസ് ആൻഡ് പർച്ചേസ്, ഫാർമസി, റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്, OT, ഡയറ്റ് ആൻഡ് കിച്ചൺ. ഇപ്പോൾ രജിസ്ട്രേഷനിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സിസ്റ്റത്തിലാണ് അവർ പേരെല്ലാം രജിസ്റ്റർ ചെയ്തത്. കൺസൾട്ടിംഗ് ടൈമിലും വാർഡിലായാലും നഴ്സിംഗിലായാലും സ്റ്റോർസ് ആൻഡ് പർച്ചേസിൽ ഇപ്പോൾ വരുന്ന സ്റ്റോഴ്സും പർച്ചേസും കാര്യങ്ങളും എല്ലാം അവർ കണക്ക് കൂട്ടുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണെങ്കിൽ സിസ്റ്റത്തിലാണ്. അതുപോലെ തന്നെ ഫാർമസിയിൽ ഇപ്പോൾ ഏത് മരുന്നാണ് കൊടുത്തത്, എത്ര പേർക്കാണ് മരുന്ന് കൊടുത്തത്, ഏത് രോഗിക്കാണ് കൊടുക്കുന്നത്, ഡീറ്റെയിൽസ് എല്ലാം അവർ എപ്പോഴും ആക്കുന്നത് സിസ്റ്റത്തിലായിരിക്കും. അതുകൊണ്ട് ബ്ലഡ് ബാങ്കായാലും ലബോറട്ടറിയിലായാലും എല്ലാവരും ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ഫംഗ്ഷനാണ്. Key roles of information system in hospital management. First one, electronic health records. Electronic health records എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഡയഗ്നോസിസ്, പേഷ്യന്റ് മെഡിക്കേഷൻസ്, ട്രീറ്റ്മെന്റ് ആൻഡ് ഓർഗനൈസേഷനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് HR ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. അതായത് ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തുന്ന ഒരു പേഷ്യന്റിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വരും. പിന്നെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓർഗനൈസേഷൻ എഫിഷ്യൻസി, അതായത് നമ്മളൊരു ഓർഗനൈസേഷന് ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് എഫിഷ്യൻ്റ് ആണോ അവരെന്ന് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഈ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയുടെ കണ്ടത് വരും. കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ്, ഈ ഓർഗനൈസേഷൻസിന് തന്നെ ഒരുപാട് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതും ഇവരുടെ ഫീൽഡിൽ വരുന്നതാണ്. അടുത്ത കീ ഫങ്ഷൻസ് ഓഫ് HRM ഇൻ ഹെൽത്ത് കെയർ. വർക്ക് ഫോഴ്സ് പ്ലാനിങ്, അപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അതായത് ഒരു നമുക്കൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നഴ്സുമാർ ഒരുപാട് പേര് കാണും. അപ്പോൾ അവർ കറക്റ്റായിട്ട് ഡ്യൂട്ടി എന്താണ്, എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അവിടെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ് വർക്ക് ഫോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്ത റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, കറക്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണോ, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ